റാസൽ കൈമയിൽ മലമുകളിൽ നിന്ന് വീണ് മരിച്ച തോട്ടട സ്വദേശി സായന്തിന് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം വെള്ളിയാഴ്ച പുലർച്ചെ കണ്ണൂരിലെത്തിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കണ്ണൂർ തോട്ടട വട്ടക്കുളത്തെ മൈഥിലി സദനത്തിലേക്ക് സായന്ത് അന്ത്യയാത്രക്കായി എത്തിയത് വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ. ഇതോടെ വീട്ടിൽ തളം കെട്ടിയ ദുഃഖം നിയന്ത്രണം വിട്ടു. അച്ഛൻ മധുമൽ രമേശിനും സത്യഭാമയും മകന്റെ മരണവാർത്ത അറിഞ്ഞത് വ്യാഴാഴ്ച രാത്രി മാത്രമായിരുന്നു. വീട്ടിൽ എത്തിച്ച മൃതദേഹത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, റിജിൽ മാക്കുറ്റി തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. 4 വർഷമായി ദുബൈയിൽ വർക്ക്ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു സായന്ത്. കൂട്ടുകാർക്കൊപ്പം തിങ്കളാഴ്ചയാണ് റാസൽ ഖൈമയിൽ അവധി ആഘോഷിക്കാനായി സായന്ത് എത്തിയത്. ജബൽ ജയ്സ് മലമുകളിൽ നിന്ന് സായന്ത് വീണു മരിക്കുകയായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിനിടെ കാൽതെറ്റി വീണതായാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത്. സായന്തിനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് മലയിടുക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കൂട്ടുകാർ പോലീസിൽ നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ചയാണ് മൃതദേഹം വിട്ടു നൽകിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മൃതദേഹം കണ്ണൂരിലെത്തിയത്. സോണിമ സായന്തിന്റെ സഹോദരിയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.